നമസ്കാരം. കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു സുവർണ അവസരമാണ് ഇപ്പോൾ ഇന്ത്യൻ റെയർ എർത്ത്സ് ലിമിറ്റഡിൽ IREL ട്രേഡ് അപ്രൻറ്റീസ് തസ്തികയിൽ 72 ഒഴിവുകൾ വന്നിരിക്കുന്നത്. ഇത് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, ഇതിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത, പ്രായപരിധി, ഇങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസുമാണ് ഇന്ന് ഈ വീഡിയോയിൽ കൂടി ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ഇപ്പോൾ കേരളത്തിലും നിരവധി അവസരങ്ങളാണ് വന്നിരിക്കുന്നത്. എക്സ്പീരിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. സെൻട്രൽ ഗവൺമെൻറ് ജോബാണ്. 72 തസ്തികയിലേക്കാണ് ഇപ്പോൾ ഓൺലൈൻ വഴി അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുന്നത്. ഇതിൻ്റെ വേക്കൻസി ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ട്രേഡ് അപ്രൻറ്റീസ് തസ്തികയിൽ ഫിറ്റർ 7 ഒഴിവുകൾ, ഇൻസ്ട്രുമെൻറ്റേഷൻ 1 ഒഴിവ്, ഇലക്ട്രോണിക്സ് 1 ഒഴിവ്, ഡീസൽ മെക്കാനിക് 2 ഒഴിവുകൾ, പ്ലംബർ 6 ഒഴിവുകൾ, വെൽഡർ 4 ഒഴിവുകൾ, മെക്കാനിസ്റ്റ് 2 ഒഴിവുകൾ, കാർപ്പൻ്റർ 2 ഒഴിവുകൾ, അങ്ങനെ മൊത്തത്തിൽ ട്രേഡ് അപ്രൻറ്റീസ് തസ്തികയിലേക്ക് 42 ഒഴിവുകളാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിരിക്കുന്നത് ITA പാസ്സായിട്ടുള്ളവർക്ക്, അതാത് ഫീൽഡിൽ ITA ക്വാളിഫൈ ചെയ്തിട്ടുള്ളവർക്കാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത്. ഗ്രാജുവേറ്റ് അപ്രൻറ്റീസ് മെക്കാനിക്കൽ 5 ഒഴിവുകൾ, ഇലക്ട്രിക്കൽ 2 ഒഴിവുകൾ, സിവിൽ 3 ഒഴിവുകൾ, CS 1 ഒഴിവ്, ഇൻസ്ട്രുമെൻറ്റേഷൻ, ഇങ്ങനെ മൊത്തത്തിൽ ഗ്രാജുവേറ്റ് അപ്രൻറ്റീസ് തസ്തികയിലേക്ക് 14 ഒഴിവുകളാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിരിക്കുന്നത് BTech B ഇൻ റെലവൻറ്റ് ഫീൽഡാണ്. അതാത് തസ്തികയിലുള്ള BTech B ഡിഗ്രിയാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ടെക്നീഷ്യൻ അപ്രൻറ്റീസ് ടെക്നീഷ്യൻ മെക്കാനിക്കൽ 2 ഒഴിവുകൾ, ഇലക്ട്രിക്കൽ 2 ഒഴിവുകൾ, സിവിൽ 1 ഒഴിവ്, ഇൻസ്ട്രുമെൻറ്റേഷൻ 1 ഒഴിവ്, അങ്ങനെ മൊത്തത്തിൽ ടെക്നിക്കൽ അപ്രൻറ്റീസായിട്ട് 7 ഒഴിവുകളാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ ഡിപ്ലോമ ഇൻ റെലവൻറ്റ് ഫീൽഡിലുള്ള ഡിപ്ലോമയാണ് ഇതിൻ്റെ ബേസിക് ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ട്രേഡ് അപ്രൻറ്റീസ്, ഗ്രാജുവേറ്റ് അപ്രൻറ്റീസ്, ടെക്നീഷ്യൻ അപ്രൻറ്റീസ്, ജനറൽ സ്ട്രീം എക്സിക്യൂട്ടീവ്, ഈ തസ്തികയിലേക്ക് വേണ്ടുന്ന പ്രായപരിധി 18നും 25നും ഇടയിൽ പ്രായമുള്ളവർക്കാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത്. OBCക്ക് 3 വർഷവും SC/STക്ക് 5 വർഷവും മറ്റ് ഏജ് റിലാക്സേഷൻ കിട്ടുന്ന കാറ്റഗറിക്ക് അതിൻ്റെതായ ഏജ് റിലാക്സേഷനും കിട്ടുന്നതായിരിക്കും. വനിതകൾ, SC/ST, EWS, PWD കാൻഡിഡേറ്റ്സിനൊന്നും അപേക്ഷാ ഫീസില്ല. നിങ്ങളുടെ അപേക്ഷകൾ പൂർത്തീകരിച്ച് ഓൺലൈൻ വഴി അപേക്ഷകൾ സമർപ്പിച്ചാൽ മാത്രം മതി. കേരളത്തിലും നിരവധി അവസരങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ക്വാളിഫിക്കേഷനൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇന്ന് തന്നെ നിങ്ങളുടെ അപേക്ഷകൾ സമർപ്പിക്കുക. ഇതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ID ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ അതിൽ കയറി നോട്ടിഫിക്കേഷൻ വായിച്ച് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള തസ്തികയിലേക്ക് അപേക്ഷിക്കാനായിട്ട് ശ്രമിക്കുക. വർക്കിംഗ് ആയിട്ടുള്ളൊരു മൊബൈൽ നമ്പർ, ഇപ്പോഴത്തെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ഇതെല്ലാം അപ്ലോഡ് ചെയ്യേണ്ടത് ആവശ്യമാണ്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് നിങ്ങൾ അപേക്ഷിച്ചതിന് ശേഷം അതിൻ്റെ ഫോം ഡൗൺലോഡ് ചെയ്ത് കൈവശം വെക്കുക. മാർച്ച് 28 വരെയാണ് ഓൺലൈൻ വഴി അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത്. മാർച്ച് 28 വരെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ഇന്ന് തന്നെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇന്ന് തന്നെ അപേക്ഷിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ പറഞ്ഞ യോഗ്യതയൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന ഇതുപോലെയുള്ള ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതുപോലെയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണും വരേക്കും നന്ദി, നമസ്കാരം.